കുഴഞ്ഞു വീണ ആളുകളെയൊക്കെ ഇദ്ദേഹത്തിന് ഒന്ന് രക്ഷിക്കാൻ ശ്രമിക്കും. അപ്പൊ എന്റെ ചുറ്റാക നിങ്ങളൊക്കെ എന്റെ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ എന്റെ കൂടെ നിന്ന് നിൽക്കുകയാണ്. രാമചേട്ടൻ തളർന്നു നിന്ന് വീണാണ്ട ഉടനെ എന്ത് ചെയ്യും? നിങ്ങളത് എല്ലാവരും ചുറ്റി കൂടി നിൽക്കും. ഞാൻ ആദ്യം ചെയ്യണ പരിപാടി എന്താണ്? എല്ലാം നമ്മൾ ബാക്കിയുള്ളത് അറിയില്ല. ബാക്കിയുള്ളത് കാര്യം എന്താണ്? ഇദ്ദേഹത്തിന് ഓൾറെഡി ഇദ്ദേഹത്തിന് ആവശ്യമുള്ള എയർ കിട്ടുന്നില്ല. പിന്നെ നമ്മളെല്ലാം നമുക്ക് അഡ്ജസ്റ്റഡ് ആക്കി എന്ത് ചെയ്യും? ഉള്ള എയർ കൂടെ കിട്ടില്ല. നിങ്ങളുടെ നിശ്വാസമായി കൊണ്ട് തന്നെ പുള്ളിയാണ്. ശരി. അപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ച് ആരെങ്കിലും ഒരാൾ കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് ആരെങ്കിലും അവരെങ്കിലും കുറച്ചെടുക്കാൻ മാറി ഞാൻ പറയാം. ഫസ്റ്റ് പ്രോസസ് ഇദ്ദേഹത്തിന് ആ പ്രദേശം എന്താണ് കൺജസ്റ്റഡ് ആക്കാതെ നിങ്ങൾ ഈ ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എന്താണ് ജീവിച്ചിരിപ്പുണ്ടായില്ലെന്നൊക്കെ അറിയണ്ടേ? ഇതിനൊന്നും വിളിക്കണം. രാമചേട്ടനൊന്ന് വിളിച്ചു നോക്കാനേ. ചേട്ടാ 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 ആദ്യം ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു ചേട്ടാ അനക്കമില്ല. പക്ഷെ ടൈമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചോണം. ഒരാളെ ബോധരഹിതനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗോൾഡൻ മിനിറ്റ്സ് അപ് ടു 6 മിനിറ്റ്സ് ആണ്. അതിനുശേഷം 6 മിനിറ്റ്സിന് വളരെ കമ്മിയാണ്. അതിനും താഴെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ജീവിക്കാൻ ഒരു ചാൻസും ഇല്ല. ബ്ലഡ് ബ്രെയിനിലേക്ക് ചെല്ലാത്തത് കൊണ്ട് ബ്രെയിൻ ഡെഡ് ആയിട്ട് കംപ്ലീറ്റ് പ്രോസസ് തിരിച്ച് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി ആളിനെ മാറ്റി നിർത്തി രാമുനെ ഞാൻ ശക്തിയായിട്ടല്ല കണ്ടുപിടിക്കും. രാമചേട്ടാ എനിക്ക് രാമാണെന്ന് അറിയില്ല. അപ്പൊ നമ്മള് അപ്പൊ രാമചേട്ടാ ഞാൻ ചേട്ടാ ചേട്ടാന്ന് വിളിക്കും. റെസ്പോണ്ടിങ് കുഴപ്പമുണ്ടോ? ഇതിനെ വല്ലതും ചെയ്യണോ? ബോധമുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ സൈഡിലേക്ക് ചെല്ലാൻ റിക്കവറി പൊസിഷൻ സൈഡിലേക്ക് ചെല്ലിച്ച് എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ ആംബുലൻസിനെ അറിയിക്കുക. എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സ് ആംബുലൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ തട്ടി വിളിച്ചു, ഇദ്ദേഹം അനക്കമില്ല. ഓക്കെ, അപ്പൊ അതിന് ഫസ്റ്റ് റെസ്പോൺസ് ഇല്ല. ഇനി എന്താണെന്ന് അറിയാമോ? ഇനി ഞാൻ ചെക്ക് ചെയ്യാനുള്ളത് ഇദ്ദേഹത്തില്ല, ഇദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്നുള്ളതാണ്. തട്ടി വിളിച്ചപ്പോ ഇല്ല, ബോധരഹിതനായിട്ട്. അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തട്ടി എണീക്കോ? ചിലപ്പോ എണീക്കൂല എന്ന് പറഞ്ഞിട്ട് പുള്ളിയ ഞാൻ വേറെ ചെയ്യണോ? വേണ്ട, ഈ വെള്ളം നോക്കിയല്ല. അപ്പൊ ഞാൻ നോക്കേണ്ടത് ഇദ്ദേഹത്തിന് ജീവനുണ്ടോ എന്നുള്ളത്. അത് നോക്കാനുള്ളത് ഇദ്ദേഹത്തിന് 3 കാര്യങ്ങളുണ്ട്. ABC എന്ന് പറയും. എഴുതിക്കോട്ടെ ഞങ്ങളുടെ AB. A means airway. എന്താണ് airway? airway എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസം വെച്ചെടുക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലേ, മൂക്കിലൂടെ വായിലൂടെ ഏതെങ്കിലും ലങ്സിന്റെ പിന്നെ അങ്ങനെ. ഓക്കെ, നമ്മുടെ എയർവേയിൽ ഇദ്ദേഹം കുഴഞ്ഞു വിടാനുള്ള കാരണമാണ് ഞാൻ അന്വേഷിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത്? ഇദ്ദേഹത്തിന്റെ എയർവേയിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ? എയർവേയിൽ ബ്ലോക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് ചെയ്യാനാണ്. അദ്ദേഹം തറയിൽ കിടക്കുന്ന കാണുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് നിൽക്കില്ല. ഇദ്ദേഹത്തിന്റെ എയർ മാർച്ചിനോടാണ് അറിയാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തിന് ഇതുണ്ടോ? നമ്മുടെ താടിയാണ് എയർവേ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എയർവേ ബ്ലോക്ക് ഉണ്ടോ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ എയർവേ ഞാൻ നോക്കിയിട്ട് ഞാൻ പല രണ്ട് പേരും നോക്കിയിട്ട് കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചീനി കംപ്ലീറ്റ് ആയിട്ട് വെച്ച് ചെയ്തിട്ടുണ്ട്. ഈ എയർവേ പാസ് ചെയ്ത് ഫുള്ളായിട്ട് ഓപ്പൺ ആയി ഞാൻ ഇതിന്റെ വായുടെ ഈ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് തട്ടിക്കൊന്നും അനക്കമില്ലല്ലോ. ഇദ്ദേഹം ബോധരഹിതനാണ്. ഇദ്ദേഹത്തിന്റെ വായിൽ എന്തെങ്കിലും കയറി അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹം ബോധമായിട്ട് വീണ് മരിച്ചുപോയതാണല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ എയർവേയിൽ എന്തെങ്കിലും ബ്ലോക്ക് വായൊന്ന് തുറന്നു നോക്കുക. തുറന്നു നോക്കുമ്പോൾ ഇതിന്റെ വായിൽ എന്തെങ്കിലും ചിലരൊക്കെ എന്തെന്ന് പറയുമ്പോൾ ബോധക്ഷരം അവസ്ഥാഹാരം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാക്ക് മടങ്ങി അദ്ദേഹത്തിന്റെ എയർവേയിൽ തടസ്സമായി വരാതെ മനസ്സിലായോ? ഇപ്പൊ നാക്ക് തന്നെ കുഴഞ്ഞ് നേരെ എയർവേയിലേക്ക് അടഞ്ഞിരിക്കും. എയർ ചെന്നില്ലെങ്കിൽ ആള് മരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിരലുള്ളിൽ നാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സമുള്ള സാധനം ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. എന്തായാലും മെറ്റീരിയൽ ഇരിക്കണേ കുട്ടിയെ അകത്തോട്ടാക്കരുത്, അത് വേറെ മെറ്റീരിയൽ. അപ്പൊ അതവിടെ കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ വായിൽ നോക്കി എയർവേയിൽ പ്രശ്നമില്ല. അപ്പൊ എയർവേയിലെ പ്രശ്നം കൊണ്ടല്ല അദ്ദേഹം ബോധം കിട്ടിയിരിക്കുന്നത്, അദ്ദേഹം മരണത്തിലോട്ട് പോയിട്ടിരിക്കുന്നത്. രണ്ടാമത്തത്, ഇദ്ദേഹം ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. എന്ത് ചെയ്യണം? ബ്രീത്ത് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാ ബ്രീത്ത് ചെയ്യുന്നുണ്ടാന്ന് നോക്കാൻ പറ്റുക? എന്റെ ചെസ്റ്റ് ഉയരുകയും കാര്യം. ഇനി രണ്ടാമതാണ്, ഞാൻ എയർ വലിക്കപ്പോ എയറിന്റെ മുകളിൽ ഉള്ളിലോട്ടുള്ള പോകും, നിശ്വാസമായി പുറത്തോട്ട്. ഇതറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? എന്റെ ചിന്നിന് ഇപ്പൊ ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തളർന്നു കിടക്കുന്ന ആളാണ്, ഓൾറെഡി ക്ഷീണിച്ച ആളായിരിക്കും അല്ലേ?
ഇദ്ദേഹത്തിന് നെഞ്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്റെ തലയെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇദ്ദേഹത്തിന്റെ ചിമ്മിന്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകുക. എന്റെ കവളം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് അല്ലേ. കാരണം എനിക്ക് ഒരു അടി തന്നെ അല്ലേ, ചുമമാണ്. അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കവളം എന്ന് പറയുന്നത്, ശരിയല്ലേ? ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്ത് ഇദ്ദേഹം നിശ്വാസമായി പുറത്തു വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്റെ കവളയിൽ തട്ടും, ശരിയല്ലേ? അപ്പൊ ഞാൻ എന്റെ തലയിൽ ഇങ്ങോട്ട് പോകും. കണ്ടാ, ഇദ്ദേഹം ഏത് വഹിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ കവളിനെ അറിയാൻ പറ്റും. ഒന്ന്. ഇനി രണ്ടാമത്തത് മൈ വിഷൻ. എന്താണ് വിഷൻ? ഞാൻ ഇങ്ങനെ തലയിൽ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ജസ്റ്റ് ഈ ഭാഗം കുഞ്ഞായിട്ട് പോകുന്നുണ്ടെങ്കിൽ എനിക്കറിയാം. മീൻസ് ഹി ഈസ് ബ്രീത്തിങ്. അത് എടുക്കുന്നുണ്ട്, കവളിൽ എയർ തട്ടുന്നുണ്ട്, ഇത് ലിഫ്റ്റ് ചെയ്യുന്നു, ഇദ്ദേഹം ബ്രീത്ത് ചെയ്യുന്നുണ്ട്. എയർവേ ഇല്ലാത്തതുകൊണ്ടാണ്, എയർവേ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ബ്രീത്തിങ് നോക്കി, ബ്രീത്തിങ്ങും ഇല്ല എന്ന് കരുതി നമ്മൾ നോക്കി ഒന്നും അറിയാനില്ല. ഇപ്പോഴും ബ്രീത്തിങ് ഓൾമോസ്റ്റ് പല ടൈം എന്താണ് കഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ, ഇതിന് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? പൾസ് അല്ലേ, നിങ്ങളുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ റേഡിയൽ പൾസ് ഉണ്ടാവും. ഇത് ഒരു പോയിന്റ് ഉണ്ട് നമ്മുടെ സ്റ്റേർണത്തിൽ, ഇവിടെ ഈ ഭാഗം, ഈ സ്റ്റേർണം പോയിന്റിലാണ് നമുക്ക് പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹത്തിന് നെഞ്ചിൽ പ്രസ് ചെയ്ത് പ്രഷറൈസ് ചെയ്തിട്ട് എയർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കാനുള്ള സപ്പോർട്ട് കൊടുത്ത് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് എവിടെയാണ് പ്രസ് ചെയ്യുന്നതെന്നുള്ള ആദ്യം മനസ്സിലാക്കി ക്രോസ് ചെയ്യാനുള്ള ഇന്റർസെക്റ്റിംഗ് ഏരിയ കണ്ടല്ലോ, ഇവിടെയാണ് പ്രസ് ചെയ്യാനുള്ളത് എനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ക്രോസ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. അവിടെ എന്റെ കൈയുടെ ഈ ഭാഗം കൊണ്ടാണ് അമർത്താവുന്നത്, ഇവിടെ കൊണ്ടല്ല, പ്രഷർ കിട്ടൂല, അതുകൊണ്ടാണ് ഈ ഭാഗം കൊണ്ടാണ് അമർത്താവുന്നത്. ഞാൻ അമർത്താൻ പോവുകയാണ്. ഓരോ അമർത്തലും എത്രയാണെന്ന് അറിയാമോ? 2 ഇഞ്ചെങ്കിലും താഴേക്ക് 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ. ഞാൻ ഈ പ്രസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ പ്രസ് 5 സെന്റിമീറ്റർ താഴേക്ക് പോകും. 5 സെന്റിമീറ്റർ താഴേക്ക് പോകും എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളായ നിങ്ങൾക്ക് തോന്നും, അപ്പൊ ഈ ചേട്ടന്റെ സാർ എന്തായാലും കൊല്ലും, 5 കൊന്നിട്ടേ പോവും, അങ്ങനെ വിചാരിക്കരുത്. എന്താണ്, അദ്ദേഹം ഓൾറെഡി മരണത്തിന്റെ വക്കിലാണ്. അദ്ദേഹത്തിന്റെ വാരിയലിൽ തകർന്നെന്ന് പറഞ്ഞാൽ വല്ല പ്രശ്നമാണ്. 5 സെന്റിമീറ്റർ പ്രസ് ചെയ്ത വാരിയൽ തകർന്നു പോലെ, പക്ഷെ വാരിയലിൽ തകരുന്നതല്ല പ്രശ്നം. ഇദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 5 സെന്റിമീറ്റർ താഴ്ത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എന്റെ കൈകൾ എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്തതായി ഇങ്ങനെ പിടിക്കും. കണ്ടോ എന്റെ കൈ ഇങ്ങനെ മടക്കാൻ പറ്റില്ല. മീൻസ് എൽബോ പോർഷൻ ഒരു കാരണവശാലും മടങ്ങരുത്. ഓക്കെ, കാണുന്നുണ്ടോ? സ്ട്രെയിറ്റ് പിടിക്കുക, നേരെ വരിക. എന്റെ ബോഡി വെയിറ്റ് 5 സെന്റിമീറ്റർ താഴണം അല്ലേ. അപ്പോൾ വെയിറ്റ് കൂടെ കൊടുത്ത്, എന്റെ ബോഡി വെയിറ്റ് കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ പ്രസ് ചെയ്യുക. നേരെ ആ പോയിന്റിലേക്ക് കൈ വെക്കുക. കണ്ടല്ലോ, കാണുന്നുണ്ടോ കുട്ടികളെ? വെച്ചു. എന്റെ കൈ മടങ്ങുന്നുണ്ടോ? ഇല്ല. ഇനിയാണ് പ്രസ്. എത്ര പ്രസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പഠിക്കുന്നതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, നമുക്ക് 1 മിനിറ്റിൽ 120 പ്രസ് ശരിക്കും വാസ്റ്റ് ആയിരിക്കും അല്ലേ. ആദ്യത്തെ 30 പ്രസ് കഴിഞ്ഞതിന് ശേഷം 2 റെസ്റ്റ് ബ്രത്ത്. ചിലയിടങ്ങളിൽ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്ന പറയാം, ആദ്യം 2 റെസ്റ്റ് ബ്രത്ത് തന്നെ പോകും, ഇനിഷ്യലി തന്നെ പോകും. പക്ഷെ ആക്ച്വലി അതിന് വലിയ എഫക്റ്റീവ്നെസ് ഇല്ല. എന്തായാലും 30 പ്രസസ്, ആദ്യം ഒരു 30 പ്രസസ്, 2 റെസ്റ്റ് ബ്രത്ത്. റെസ്റ്റ് ബ്രത്ത് എന്ന് പറഞ്ഞാൽ വായിലൂടെ ഊതിക്കൊടുക്കും. കാണിച്ചത് ഇങ്ങനെ പിടിക്കുക, കൈ നിവർത്തി പിടിക്കുക. മനസ്സിലായല്ലോ? എന്റെ ഈ പോർഷൻ കൊണ്ട് 5 സെന്റിമീറ്റർ താഴ്ന്ന രീതിയിൽ 30 പ്രസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 പ്രാവശ്യം വായിലൂടെ ഊതി. ആക്ച്വലി അങ്ങനെയുള്ള 120 പ്രസ്സുകൾ 1 മിനിറ്റ് ചെയ്യും. എന്നാൽ മാത്രമേ ഇദ്ദേഹം ജീവിതത്തിലേക്ക് വരാനുള്ള ശ്രമം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. ഇത് ഇദ്ദേഹത്തിന്റെ ജീവൻ വരുന്നവരാണ്. നമ്മൾ ബൈക്ക് കിക്ക് അടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവില്ല ചിലപ്പോഴൊക്കെ അല്ലേ. കിക്ക് അടിച്ച് എപ്പോഴാണോ സ്റ്റാർട്ട് ആവുന്നവരെ നമ്മൾ അടിക്കും അല്ലേ. അതുപോലെ ഞാൻ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴാണോ ഇദ്ദേഹം സ്റ്റാർട്ട് ആവുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ഒരു എന്താണ്, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളാണെന്ന് വിചാരിച്ചു, നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ് ആണ്, അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യു ക്യാൻ യൂസ് ലിപ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ലിപ്പാണ് താല്പര്യം എന്ന് എനിക്കറിയാം. അതല്ല നമ്മളിവിടെ കേട്ടോ. അപ്പൊ നമ്മുടെ റിലേറ്റീവ് ആണ്, അദ്ദേഹത്തിന് സേഫ് ടു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിപ്പ് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ ലിപ്പ് അല്ല യൂസ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ തൂവാലുണ്ടെന്നുണ്ടെങ്കിൽ തൂവാല വെച്ച് കവർ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ വിരലുകൾ എന്താണ് ഒരു പൈപ്പ് പോലെ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, 2 ബ്ലോ ചെയ്യുക. ഞാൻ 30 പ്ലസ് കഴിഞ്ഞു അല്ലേ. ഞാൻ പറയാൻ വേണ്ടിയാണ് ഇത്രയും ടൈം എടുത്തത്. ഇപ്പൊ ലിഫ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ചുണ്ടിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, തൽക്കാലം വിരൽ പൈപ്പ് പോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം
ശക്തിയായിട്ട് 2 പ്രാവശ്യം ഊതുമ്പോൾ ഇങ്ങനെ ചിറ്റിനെ ലിഫ്റ്റ് ചെയ്ത് പിടിക്കുമ്പോൾ ഇതിന്റെ എയർ എന്താണ് ഫുള്ളായിട്ട് ഓപ്പൺ ആണ്. ഇതിന്റെ ലങ്സിലേക്ക് പൂർണ്ണമായിട്ട് മാക്സിമം എയർ ചെയ്യും നിറയും. പറഞ്ഞു മനസ്സിലായല്ലോ? വീണ്ടും എനിക്ക് സമയമില്ല, വീണ്ടും ചെയ്യണം. വീണ്ടും പ്രസ് ചെയ്യണം. 1 2 3 4. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്റെ ബോഡി വെയിറ്റ് ഉണ്ട്, ഞാൻ എങ്ങനെയാണ് പ്രസ് ചെയ്യുന്നത് അല്ല, എന്തുകൊണ്ടാണ് എനിക്ക് അനുസരിച്ച് താക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, നേരെ ഈ ഇതിന്റെ മുകളിലേക്ക് വരണം. എന്നിട്ട് കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10. വീണ്ടും പിടിക്കുക, ഊതുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1 മിനിറ്റിൽ 120 പ്രസ്സുകളും 4 പ്രാവശ്യം റെസ്ക്യൂ ബ്രത്തുകളും കൊടുക്കും. 4 പ്രാവശ്യമായിട്ട് 8 റെസ്ക്യൂ ബ്രത്തുകൾ കൊടുത്തതാണ് ഒരു മിനിറ്റിലെസ് ആയിട്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ തളരാൻ ചാൻസ് ഉണ്ട്. ഇത് കാണുന്ന നിങ്ങളുടെ സുഹൃത്ത് തൊട്ടടുത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, റെഡി ആവാൻ വേണ്ടി പറയുക. അടുത്ത ഇതിനു വേണ്ടി കണ്ടിന്യൂസ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, റെസ്ക്യൂ ബ്രത്ത് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നിയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, അദ്ദേഹം എന്ത് ചെയ്യും, മറു സൈഡിൽ ഇരുന്നിട്ട് റെസ്ക്യൂ ബ്രത്ത് കൊടുക്കും. ഓക്കെ, ഇതിങ്ങനെ 1 മിനിറ്റിൽ 120 പ്രാവശ്യം വെച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഏതുവരെ? until he kick starts. എന്താണ് പഴയ അവസ്ഥയിൽ ഇദ്ദേഹം കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ണും തുറക്കും. നോർമൽ ലൈഫിലേക്ക്, ജീവിതത്തിലേക്ക് വരുന്ന ഒരു ടൈം ഉണ്ട്, അതുവരെ കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആംബുലൻസ് വരുന്നവരെ, ഡോക്ടേഴ്സ് ആംബുലൻസ് അവരൊക്കെ വരുന്നത് വരെ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. അവർ വന്നു കഴിഞ്ഞാൽ അതിനെ കണ്ടി കുറച്ചുകൂടെ മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഒരു CPR അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ച് അദ്ദേഹം തന്നെ എന്താണ് തൊട്ടടുത്ത ആംബുലൻസ് സർവീസിലൂടെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ട്രെയിൻ നിർത്തി അദ്ദേഹത്തിന് എന്താണ് ഹോസ്പിറ്റലിൽ എത്തിച്ചു, അദ്ദേഹത്തിന്റെ ജീവനും രക്ഷിച്ചു. പത്രത്തിലൊക്കെ വന്നൊരു വാർത്തയാണ്. അപ്പോൾ ട്രെയിൻഡ് ആയിരിക്കുക എന്ന് പറയുന്ന സമയത്ത് ട്രെയിൻഡ് ആയിരിക്കുക എന്ന് പറയുന്നത് എന്താണ് വളരെ പ്രധാനപ്പെട്ട കേസാണ്. ട്രെയിൻഡ് ആയിരിക്കുന്നതിനപ്പുറം അതിലെ ഇൻഫർമേഷൻസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഒരിക്കലും പറയണോ CPR? ലെറ്റ്സ് ട്രൈ. ആരെങ്കിലും വാ, 1-2 പേര് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ഇദ്ദേഹത്തിന്റെ ചുറ്റാരോട് ആളുകൾ മാറ്റി നിർത്തുക. ഓക്കെ, തട്ടി വിളിച്ചു നോക്കാം, ഷോൾഡറിൽ തട്ടി വിളിച്ചു നോക്കാം. നെഞ്ചിലിട്ട് ഇടിക്കരുത്, ഓൾറെഡി ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന ആളുടെ നെഞ്ചിലിട്ട് ഇടിക്കരുത്. അതുകൊണ്ടാണ് ഷോൾഡറിൽ തട്ടുന്നത്. ഷോൾഡർ തട്ടിയത് അല്ലേ? ഷോൾഡർ തട്ടിയത് ഇദ്ദേഹത്തിന്റെ നെഞ്ചിൽ ആ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഷോൾഡറിൽ തട്ടി വിളിച്ചത്. ഒന്നുകൂടെ വിളിച്ചിട്ട് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും പറഞ്ഞു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കേസ് നിങ്ങൾ എന്ത് ചെയ്യണം, ആംബുലൻസ് സർവീസ് ആവശ്യമാണെന്ന് മനസ്സിലായില്ലേ? തട്ടി വിളിച്ചിട്ടൊന്നും എണീക്കുന്നില്ല, ആംബുലൻസ് ആവശ്യമാണ്. ഉടൻ തന്നെ ഹെൽപ്പിന് വേണ്ടി തൊട്ടടുത്തുള്ള ആളുകൾ എന്ത് ചെയ്യുക, ആരെങ്കിലും സപ്പോർട്ട് ഹെൽപ്പ് എന്ന കാര്യം പറയുക, 107 ആംബുലൻസിലേക്ക് വിളിക്കാൻ. ഓക്കെ, നിങ്ങൾ പ്രൊസീജിയർ ഗോ ABC. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പൈപ്പ് പോലെ ഇല്ലെങ്കിൽ തൂവാല എടുക്കണം കേട്ടോ. ഇത് രണ്ട് വളരെ സേഫായിട്ട് ചെയ്യാം. ഓക്കെ, വൺസ് അഗൈൻ. അപ്പോൾ ഇദ്ദേഹം പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം 2ാമത്തെ പ്രാവശ്യം പ്രസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു, ഇദ്ദേഹം പെട്ടെന്ന് കണ്ണു തുറന്നു. ഇനി ഇദ്ദേഹത്തിന് പ്രസ് ചെയ്തിട്ട് ലങ്സ് പൊളിക്കണോ? ഇനി ലങ്സ് പൊളിക്കണ്ട, ഇതിന്റെ റിക്കവറി പൊസിഷൻ ചരിച്ച് കിടക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിന് വെള്ളമൊന്നും കൊടുക്കരുത്. വേറെ ഒന്നും ചെയ്യരുത്. ചിലപ്പോൾ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഇയാളിന് വെള്ളം കടന്നു പറയും, വെള്ളം കൊടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും വെള്ളം കൊടുക്കാൻ പാടില്ല. കാര്യം ഇതിന് ഇന്ത്യൻ ബ്ലീഡിംഗ് ഉണ്ടോ വേറെ കാര്യങ്ങളൊന്നാണ് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് കൂടാനാണ് ചാൻസ്. നോ, വെള്ളം കൊടുക്കരുത്. ആംബുലൻസ് വരുന്നവർ വെയിറ്റ് ചെയ്യുക. ഡോക്ടേഴ്സ് ആംബുലൻസിന്റെ സഹായപ്പെട്ട ചിലപ്പോൾ നഴ്സാണ്. ഓക്കെ.